അറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പം രക്ഷപ്പെടുത്താൻ പോലും ഞങ്ങൾക്ക് കഴിയും. സോ കം ഓൺ, വി ആർ ഗിവിംഗ് യു എ ചാൻസ്. പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. നഗരത്തിലെ വലിയ വലിയ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ, കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ ഈ അക്കൗണ്ടുകൾ വഴി ലക്ഷങ്ങളുടെ ഇടപാടുകൾ, പിന്നെ കയ്യിൽ ഒരുപാട് പണം. മിസ് ശ്രീലത വർമ്മ, പ്ലീസ് ഒന്ന് സമ്മതിച്ചൂടെ ഇത് മുഴുവൻ ഒഴുകിയെത്തുന്നത് മോഹൻ തോമസിന്റെ ഖജനാവിൽ നിന്നാണെന്ന്? എനിക്കറിയില്ല നിങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസിന്റെ. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസ് നിന്നെ അറിയും, നല്ല അസലായിട്ട് അറിയും. ഞാൻ നോക്ക്, ബാങ്ക് ലെഡ്ജറിലെ നിന്റെ പേരേഡ് ഇത് നിനക്ക് അക്കൗണ്ട് തുറക്കാൻ നിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാനേജർക്ക് മോഹൻ തോമസ് എഴുതി കൊടുത്ത പ്രണയലേഖനം. പിന്നെ ഇത് മുഴുവനും ആ പൊലിയോടി മോഹൻ നിന്നെ പൊറുപ്പിച്ച ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ തപ്പിപ്പറക്കി എടുത്തതാ, അവന്റെ രഹസ്യ കച്ചവടത്തിന്റെ രേഖകള്. എന്നിട്ട് നിനക്കൊന്നും അറിഞ്ഞോളൂ. പറയടി, ഈ ശരീരം കൂടാതെ മറ്റെന്തെല്ലാം കൊടുത്തു നീ മോഹൻ തോമസിന്? മഹേന്ദ്രൻ കമ്മീഷന്റെ രേഖകൾ, രഹസ്യങ്ങൾ എല്ലാം അല്ലടി പറയാൻ. ശ്രീലത പേടിക്കരുത്, കേസിൽ നിന്നെ മാപ്പുസാക്ഷിയാക്കാനാ തീരുമാനം. സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാ മതി. പിന്നെ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൽക്കാലം നിന്നെ ആരും വിസ്തരിക്കുന്നുമില്ല. ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് തന്നെ നിനക്ക് മൊഴി കൊടുക്കാം. ഒക്കെ എന്റെ തെറ്റായിന്തോ, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ നശിച്ചാലും ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, കേസിൽ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചോളാം. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. നൗചീറ. ഇന്ദു, തൽക്കാലം ശ്രീലതയെ കുറെ കൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നോനോ, ജയിലും ലോക്കപ്പും ഒന്നും അല്ല, ഇതൊരു ഹോട്ടൽ സ്വീറ്റ് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. തൽക്കാലം ആരും ഒന്നും സംശയിക്കില്ല. ഷീൽ ബി സെക്യൂർ ആൻഡ് ഇൻ കമ്പനി. നാളെ രാവിലെ കോടതിയിൽ ഞാനുണ്ടാവും അവിടെ. കോടതിയില് അവള് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അതോടെ തീരുവല്ല. പിന്നെ അങ്ങോട്ട് അറസ്റ്റ് വാറണ്ടും വാങ്ങിച്ച് നമ്മളെ 4 പിടിച്ച് അകത്തിട്ടുണ്ടായിരിക്കും അവന്റെ ഒരു കളി. അവളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലോ? പറയും മോഹൻജി, ആ റാസ്കൾ അവളെ ശരിക്കും വരട്ടും. കണ്ടോ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവളെ പോലെ പെൺകുട്ടിക്ക്. അവള് നാളെ കോടതിയിൽ ഒരു അക്ഷരം ശബ്ദിക്കില്ല എന്ന് തീർത്തു പറയുന്നത് മോഹനാണ്, ഈ മോഹൻ തോമസ്. മനസ്സിലായോ തനിക്ക്? എന്നാലും മോഹൻജിക്ക് അവളോട് ആവശ്യമില്ലാത്ത ഒരു അടുപ്പവും വീക്ക്നെസ്സും ഒക്കെ തോന്നിയതാ. ഇപ്പൊ ഇതിന്റെ ഒരു എന്താ ഇത് മോഹൻജി? സോറി മിസ്റ്റർ മോഹൻ തോമസ്. ഇനി തന്റെ ആ പുഴുത്ത നാക്കെടുത്ത് ഉപദേശിക്കാമെന്നാണല്ലോ. തന്റെ തല ഞാൻ ചവിട്ടിപ്പിടി നടക്കും, നന്ദിയില്ലാത്ത പാട്ടി. വിൽഫ്രഡ്, വാ. Excuse me. Please connect 535. ഹലോ സാർ.
മാറോ. ഹലോ, ഒന്ന് നിക്കണം. മാറി. എന്താ സാറോ, ഇനിയും പിടിച്ചോണ്ട് പോയി കൊല്ലാൻ പാകത്തിന് വേറെ ആളെ കിട്ടുമെന്ന് അറിയാനാണോ വരവ്? കൊണ്ടുപോയി കൊന്നത് പോരാന്നുണ്ടെങ്കിലേ ഇനിയുണ്ട് സാറേ. കയ്യിനും കാലിനും ആവതില്ലാത്തൊരു തള്ളയും നല്ല പരുവത്തിന് 2 പെങ്കൊച്ചും കൂടെ അകത്ത് നിൽപ്പുണ്ട്. എന്താ വേണോ കയറി പിടിക്കാൻ? മാറിക്ക്. ആഹാ, നല്ല കിടിലൻ പീസൊന്ന് കൂടെ തന്നെ ഉണ്ടല്ലോ. ഇത് പോരെ സാറേ? പിന്നേന്ന് ഇല്ലെങ്കിൽ ഇപ്പൊ ഇയാൾ എന്നെ പിടിച്ചങ്ങ് പൊളന്നാളയും. ഇനി ഇവിടെ പോലീസും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നാട്ടുകാർ നോക്കിയോളാം. ഇയാൾ പോ. ആ ചെല്ല്. ഇല്ലേ ജനം ഇടതും. ഇയാൾ പോടോ. ഇയാൾ പോവാൻ. നീ വെറുതെ ഞങ്ങളെ പിടിച്ച് തല്ലുകയല്ലേ? നീ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് കൊല്ലുവല്ലേ? ഈ ശ്രീലതാ വർമ്മ സാറിന്റെ... യെസ്, ഷീ വാസ് മൈ എംപ്ലോയി. മോഹൻ തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ട്രെയിനി ലീഗൽ ഓഫീസർ. ആ നിലയ്ക്ക് അവർ കമ്പനി ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിട്ടുണ്ടാകാം, കമ്പനി വക വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയതും ഒടുവിൽ തെളിയിക്കാൻ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോ കഷ്ടം. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി. അല്ല മോഹൻജി, നോ മോർ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമ്മീഷണർ ഭരചന്ദ്രനോട് നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. സാർ, വണ്ടി എടുത്ത് മാറ്റണം. What the hell? Cool it, man! No photo gas! Move back! All of you! I said move back! Now, give me all your bullets. Come on! മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന്. ബട്ട് ഇന്നെനിക്ക് ബോധ്യമായി നിന്റെ ചീപ്നെസ്. കാലണയ്ക്ക് തല്ലാൻ നടക്കുന്ന കവലച്ചട്ടമ്പികളെ വിട്ട് നാണം കെടുത്തിയാൽ
ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചു. അല്ലടാ പുല്ലേ. I just came to warn you. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ, ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി, ഈ ഭരത് ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹിക്കുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ. നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അധികാരം ഇങ്ങനെ എടുത്ത് കൈക്കുമ്പിളിൽ വെക്കുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് സ്മൈൽ. Is that all? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങുകൂടി ബാക്കിയുണ്ട്. ദാ ഇങ്ങനെ. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. Who is this guy? വിൽഫ്രഡ് വിൻസെന്റ് ബാസ്റ്റ്യൻ. ആര്? വിൽഫ്രഡ് വിൻസെന്റ് ബാസ്റ്റ്യൻ. പകുതി ഗോവൻ, പകുതി തങ്കശ്ശേരി. 3 വർഷം മുമ്പ് വരെ ഗോവ സംസ്ഥാനത്തെ ഏറ്റവും വിലയേറിയ വാടക കൊലയാളി. വിൻസ്റ്റൺ അലിമാവോ ഗ്രൂപ്പിലെ നമ്പർ 3. നൗ ഹി ഈസ് ഇൻ കേരള. യെസ്, അലിമാവോ ഗ്യാങ്ങുമായി തെറ്റിപ്പിരിഞ്ഞതോടെ ഇയാൾക്ക് ഗോവയിൽ നിൽക്കാൻ പഴുതില്ലാതായി. പിന്നെ ബോംബെയിലുണ്ട് ശത്രുക്കൾ ധാരാളം. സോ ഹീസ് ഓൺ റിട്രീറ്റ്. ഇവിടെ മോഹൻ തോമസിന്റെ കുടക്കീഴിൽ അഭയം. ഒപ്പം മോഹൻ തോമസിന്റെ കള്ളക്കച്ചവടങ്ങളിൽ പാർട്ട്ണർ, അന്താരാഷ്ട്ര ഗൂഢസംഘങ്ങളുമായുള്ള മോഹൻ തോമസിന്റെ ബന്ധങ്ങൾക്കിടയിലെ ലിങ്ക്. എ ബോൺ ക്രിമിനൽ ഒബ്സെസ്ഡ് വിത്ത് ഹോമിസൈഡ്. എവിടുന്ന് സംഘടിപ്പിച്ചു നീ ഇവനെ? ദാ ഇവൻ വഴി. ഇവൻ ഒന്നും പറയാതെ ചത്തതല്ലേ? യെസ്, ബട്ട് ദിസ് ഫോട്ടോഗ്രാഫ് ഹെൽപ്ഡ് എ ലോട്ട്. ഗോവ പോലീസിൽ എന്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട്, DIG ക്രൈംസ് 1 സുരേഷ് കക്കോത്കർ. ഈ ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോയെ ഞാൻ അങ്ങോട്ട് അയച്ചു. ഒരു ഗാംബ്ലിംഗ്, ദാറ്റ് ക്ലിക്ക്. ഇത് വെച്ച് സുരേഷ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രേസ് ചെയ്തു. വിൽഫ്രഡ് ആണ് അവന്റെ ഗുരു എന്നറിഞ്ഞപ്പോ വിൽഫ്രഡിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. Then sir, this, my trump card. My goodness. Yes, Balendran. Sir. Sir. ഹോം മിനിസ്റ്റർ നിന്നെയും കൂട്ടി അവിടെ എത്തണമെന്ന്. ചൂടില്ല.